ബെസ്റ്റ് ഫോൺസ് അണ്ടർ 15,000 അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബെസ്റ്റ് ഗെയിമിംഗ് ഫോൺ ഏതാണ്, ബെസ്റ്റ് ക്യാമറ ഫോൺ ഏതാണ്, നല്ല ബാറ്ററി ലൈഫുള്ള ഫോൺ ഏതാണ്, എല്ലാ ഘടകങ്ങളും ഈ വീഡിയോയിൽ വരുന്നുണ്ട്. സോ ഒരു 15,000 താഴെയുള്ള ഒരു നല്ല ഫോൺ വാങ്ങിക്കാൻ വേണ്ടി നോക്കുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും മുഴുവനായിട്ട് കണ്ടു നോക്കുക. എന്നിട്ട് പറ്റിയ ഒരെണ്ണം നോക്കിയിട്ട് അടിപൊളിയായിട്ട് അങ്ങ് ചൂസ് ചെയ്യാം. സോ അപ്പോൾ ആദ്യം നമുക്കൊരു ഓൾറൗണ്ടർ ഫോൺ പറയാം. ഏറ്റവും പുതിയ ഫോൺ CMF Phone 1. ഈ ഫോണിൽ Dimensity 7300 എന്ന പ്രോസസ്സറാണ്, 120 ഹെർട്സിന്റെ AMOLED ഡിസ്പ്ലേ ആണ്. സോ ഇവിടെ കിട്ടാവുന്ന ഏറ്റവും മികച്ച പെർഫോമൻസ് ഉള്ള ഫോൺ വിത്ത് 120 ഹെർട്സിന്റെ സൂപ്പർ AMOLED എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ഒപ്പം തന്നെ തരക്കേടില്ലാത്ത ക്യാമറയുണ്ട്, 5000 mAh ബാറ്ററി ഉണ്ട്. സോ അത്യാവശ്യം ഒരു ഓൾറൗണ്ടർ പ്ലസ് ഗെയിമിംഗ് ഫോൺ എന്ന രീതിയിൽ ഒരു ഫോൺ നിങ്ങൾ നോക്കുന്നുവെങ്കിൽ ഇതാണ് ഏറ്റവും മികച്ചത്. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കിയിരിക്കാം, ഈ ഫോൺ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ വലിയ അപാകതകളൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. കുറച്ച് നേരം ഉപയോഗിച്ചുള്ളൂ എങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. ക്യാമറ ഒരു ശരാശരി നിലവാരത്തിലാണ് തോന്നിയത്. പിന്നെ ചാർജർ വരുന്നില്ല. പിന്നെ ഇതിന്റെ ബിൽറ്റ് ക്വാളിറ്റി, ആ ബാക്ക് പാനലിന്റെ ബിൽറ്റ് ക്വാളിറ്റിയിലൊന്നും ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. കുറച്ചും കൂടെയൊക്കെ നല്ല ക്വാളിറ്റി ആവാമായിരുന്നു എന്ന് തോന്നി. അതേപോലെ സർവീസ് എല്ലായിടത്തും ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിൽ വെക്കുക. സോ അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അടുത്തൊക്കെ സർവീസ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ സർവീസ് കൊച്ചിയിലാണെങ്കിൽ ഓക്കെ ഞങ്ങൾക്ക് പോയി ശരിയാക്കാം, വിഷയമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുമെങ്കിൽ മാത്രം ചൂസ് ചെയ്യാം. സോ അപ്പോൾ അതാണ് CMF Phone 1. അതാണ് ഒന്നാമത്തെ ഫോൺ. എന്നാൽ ഈ സർവീസും കാര്യങ്ങളും ഇത്തരം ടെൻഷൻ, ചാർജർ ഇല്ല, ഈ വക തലവേദനകളൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ അടുത്ത ഓൾറൗണ്ടർ ഫോൺ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഫോൺ Realme P1 ആണ്. ഈ ഫോണിൽ അത്യാവശ്യം എല്ലാ ഘടകങ്ങളും ഉണ്ട്. ഓൾറെഡി നമ്മുടെ ചാനൽ ഡീറ്റെയിൽ വീഡിയോ വന്നിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതിനു മുമ്പ് പല സമയങ്ങളിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. Dimensity 7050 എന്ന പ്രോസറാണ്, 6.67 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ ഉണ്ട്, 5000 mAh ബാറ്ററി, 45 വാട്ടിന്റെ ചാർജിങ്, 50 MP മെയിൻ ക്യാമറ, 16 MP സെൽഫി ക്യാമറ എന്ന് പറഞ്ഞിട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട്. ചാർജറും ഉണ്ട്, ഇഷ്ടംപോലെ സർവീസ് സെന്ററും ഉണ്ട്, സർവീസ് ഒക്കെ ഈസി ആയിട്ട് കിട്ടും. സോ Realme ടെൻഷൻ ഇല്ലാതെ എടുക്കാൻ പറ്റിയ ഒരു നല്ല ഓൾറൗണ്ടർ ഫോണാണ്. പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നും ഇതിൽ എടുത്ത് പറയാനായിട്ട് ഇല്ല. ഒരു നല്ല ഫോണായിട്ട് തന്നെ ഫീൽ ചെയ്തൊരു ഫോണാണ്. ഒരുപാട് പേർക്കും അതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ആരെങ്കിലും ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യുക. എല്ലാവരും കമന്റ് കൂടി നോക്കുക. സോ Realme P1 ആണ് രണ്ടാമത്തെ ഫോൺ. ഇനി Realme നമുക്ക് താല്പര്യമില്ല എന്നാണെങ്കിൽ അടുത്ത ഒരു നല്ല ഓപ്ഷൻ എന്ന് പറയുന്നത് Poco X6 Neo ആണ്. പോക്കോയാണ് പലർക്കും താല്പര്യമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ ചില കാരണങ്ങൾ കുറച്ച് കാലം മുമ്പ് സംഭവിച്ചൊക്കെ നമുക്ക് അറിയാം. അവരുടെ ഫോണുകൾ പല കംപ്ലൈൻറ്റുകൾ കണ്ടിരുന്നു. ബട്ട് ഇപ്പോഴേക്കൊന്നും കാണാനില്ല. എന്നാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നും വിരോധമൊന്നും ഇല്ലെങ്കിൽ Poco X6 Neo ഒന്ന് പരിഗണിക്കാം. Dimensity 6080 പ്രോസർ, 6.67 ഇഞ്ച് വരുന്ന 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് AMOLED ഡിസ്പ്ലേ, 108 MP മെയിൻ ക്യാമറ, 16 MP സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി, 33 വാട്ട് ചാർജിങ് ഒക്കെ ആയിട്ട് നല്ലൊരു ഫോണാണ്. പറയത്തക്ക ന്യൂനതകളൊന്നും ഇതിനകത്തില്ല. അതായത് വലിയ നെഗറ്റീവ് ഒന്നും പറയാനില്ലാത്ത ഒരു നല്ല ഓൾറൗണ്ടർ ഫോണായിട്ട് പോക്കോയെയും നിങ്ങൾക്ക് കരുതാം. Poco X6 Neoനെ നിങ്ങൾക്ക് കരുതാം. സോ ഈ 3 ഫോണുകളാണ് ഇവിടെ ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ള നല്ല ഓൾറൗണ്ടർ ഫോണുകളായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റിയത്. ഇനി ഇതിൽ ഏത് നിങ്ങൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കണ്ട് നോക്കിക്കോളൂ. പിന്നെ ഈ ഡീറ്റെയിൽ വീഡിയോ കണ്ട് നോക്കാൻ പറയുമ്പോൾ ചില സുഹൃത്തുക്കളുടെ കമന്റ് കണ്ടു, ഡീറ്റെയിൽഡ് വീഡിയോ കാണാനാണെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ ഈ വീഡിയോ കാണുന്നത്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇവിടെ പറഞ്ഞുകൂടെയെന്ന്. ഇവിടെ ഈ പറയുന്ന എല്ലാ ഫോണുകളുടെയും ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഇങ്ങനെ നിരത്തി പറയാനെന്നാൽ ഒരുപാട് സമയം പോകും. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഓൾറെഡി ഈ ചാനലിൽ വീഡിയോ ആയിട്ട് കിടക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. ഞാനിവിടെ ജസ്റ്റ് ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്ന് ലിസ്റ്റ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്. വിശദമായിട്ട് വാങ്ങിക്കുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒരു 10 മിനിറ്റ് കളഞ്ഞ് വിശദമായിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഒന്നരത്തേക്കും വീഡിയോ കണ്ട് നോക്കിയിട്ടേ വാങ്ങിക്കാവൂ. നിങ്ങൾക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ട് അങ്ങനെ വേണം ചെയ്യാൻ. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്ത് തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയായിട്ടും ഫോളോ ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഈ പറയുന്ന ഭയങ്കര പെർഫോമൻസ് ഗെയിമിംഗ് ആവക സംഭവമല്ല, ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് നന്നായിട്ട് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതായത് നല്ലൊരു ക്യാമറ വേണം, നല്ല ബാറ്ററി വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ മോട്ടോയുടെ G64 വന്നിട്ട് അടിപൊളി ഓപ്ഷനാണ്. ഇതിലെ ക്യാമറ അത്യാവശ്യം നല്ല ക്യാമറയാണ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കണ്ടു നോക്കിക്കോളൂ. ക്യാമറ നിങ്ങൾക്ക് ഓക്കെ ആവുമെന്ന് നോക്കുക. ഒപ്പം തന്നെ ഇതിൽ 6000 mAh ബാറ്ററി ഉണ്ട്. പ്രോസസ്സർ Dimensity 7025 ആണ്. അത്യാവശ്യം നല്ല പ്രോസസ്സറുമാണ്. സോ ആ ഡീസൻ്റ് ആയ ഒരു പെർഫോമൻസ് വലിയ പ്രശ്നമില്ലാതെ കിട്ടുകയും ചെയ്യും. നല്ല ക്യാമറയും നല്ല ബാറ്ററിയും ഒക്കെ കൂടി അങ്ങോട്ട് ഒരു നല്ല നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടും. 50 MP ആണ് മെയിൻ ക്യാമറ, 8 MP വൈഡ് ആംഗിൾ ക്യാമറ, ഫ്രണ്ട് ക്യാമറ 16 MP ആണ്. ഇവിടെ എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മോട്ടോയുടെ ഫോണാകുമ്പോൾ നമുക്ക് പരസ്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു ധൈര്യം പൊതുവെ ആൾക്കാർക്ക് ഉണ്ടാവും. പക്ഷേ അവർ പരസ്യങ്ങൾ ഇതിൽ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് മനസ്സിൽ വെക്കുക. അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. എന്നാലും പരസ്യ ആപ്ലിക്കേഷനുകൾ കാണും. പരസ്യ ആപ്ലിക്കേഷനുകൾ ഫോണിൽ പരസ്യം വരുന്നതല്ലാട്ടോ പറഞ്ഞത്. അപ്പോൾ ആ ബ്ലോട്ട് എയേഴ്സ് അത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇതിൽ LCD ഡിസ്പ്ലേ ആണ്, AMOLED ഡിസ്പ്ലേ ഇല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ 3 ഫോണുകളിലും AMOLED ഡിസ്പ്ലേ ആയിരുന്നു. ഇവിടെ LCD ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഈ ബാറ്ററിയും ക്യാമറയും നിങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി ആണെങ്കിൽ നിങ്ങളുടെ LCD അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അത് വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ നോക്കിയ ഫോണാണ്, നല്ല ഫോണാണ്. പക്ഷേ എന്നാലും അതൊന്നും മനസ്സിൽ വെച്ചോളൂ. അതാണ് അതിൻ്റെ ഒരു പോരായ്മ. ഇനി നമുക്ക് LCD AMOLED ഇതൊന്നും അല്ല വിഷയം. നമുക്ക് സ്നാപ്ഡ്രാഗൺ വേണം. നമ്മൾ ഈ പറഞ്ഞതൊക്കെ Dimensity പ്രോസറുകളാണ്, അതിലൊന്നും സ്നാപ്ഡ്രാഗൺ ഇല്ല. അപ്പോൾ നമുക്ക് സ്നാപ്ഡ്രാഗണേ പറ്റൂ എന്ന് പറയുന്ന കുറേ ആൾക്കാരുണ്ട്. Dimensity എന്ത് ചെയ്താലും കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വിവോയുടെ T3X ഉണ്ട്. ഇതിനകത്ത് സ്നാപ്ഡ്രാഗൺ 6 Gen 1 പ്രോസസ്സറാണ്. 6000 mAh ബാറ്ററി ഉണ്ട്, 44 വാട്ടിന്റെ ചാർജർ അടക്കം കിട്ടുന്നുണ്ട്, 50 MP മെയിൻ ക്യാമറ, 8 MP ഫ്രണ്ട് ക്യാമറ. മൊത്തത്തിൽ നല്ല ഐറ്റമാണ്. ഇവിടെയും നേരത്തെ പറഞ്ഞ ആ പ്രശ്നമുണ്ട്. ഇതും LCD ഡിസ്പ്ലേ ആണ്, 120 ഹെർട്സിന്റെ.
പക്ഷേ സ്നാപ്ഡ്രാഗൺ പ്രോസറും 6000 mAh ബാറ്ററിയും കിട്ടും. സോ LCD ഡിസ്പ്ലേ അഡ്ജസ്റ്റ് ചെയ്യാമെങ്കിൽ ഇത് അടിപൊളി ഐറ്റമാണ്. വിവോ ആണ്, സർവീസിനൊന്നും ഒരു പ്രശ്നമില്ല, എല്ലായിടത്തും കാണും. ഓൺലൈനാണ്, അപ്പോൾ അതായത് ഓഫ്ലൈൻ ഷോപ്പിംഗ്. വിവോ എന്ന് പറയുമ്പോൾ നേരെ ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ പറ്റുമെന്ന് വിചാരിക്കേണ്ട. ഇത് T3X ആണ്, T സീരീസ് ആണ്, ഓൺലൈൻ ഫോണാണ്. ഷോപ്പിലും കിട്ടുമായിരിക്കും, ചെക്ക് ചെയ്ത് നോക്കുക. എന്തായാലും നല്ല ഡീലാണ്. 10000 താഴെ തന്നെയാണ് ഇതിൻ്റെയും വില വരുന്നത്. സോ ഈ പ്രൈസിൽ സ്നാപ്ഡ്രാഗൺ വേണമെന്നുള്ളവർക്ക് ഇത് അടിപൊളി ഓപ്ഷൻ ആയിരിക്കും. സോ അപ്പോൾ നമ്മൾ സ്നാപ്ഡ്രാഗൺ പ്രോസസർ പറഞ്ഞു, ഓൾറൗണ്ടർ ഫോണുകൾ പറഞ്ഞു, ക്യാമറ ഫോൺ, ബാറ്ററി ഫോൺ എല്ലാം പറഞ്ഞു. ഇനി ബാക്കി ഒരൊറ്റ ഐറ്റം ബാക്കിയുള്ളതെന്ന് വെച്ചാൽ സാംസങ് ഫോണുകൾ നമ്മൾ ഇതിലൊന്നും ഉൾപ്പെടുത്തിയില്ല. അപ്പോൾ സാംസങ് ഫോൺ വേണമെന്നുള്ളവർക്ക് ഇവിടെ ഒരു അടിപൊളി ഐറ്റം ഉണ്ട്. സാംസങ് M34 നോച്ച് ഡിസൈൻ ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് കുഴപ്പമില്ല എങ്കിൽ നല്ല ഫോണാണ്. 6.5 ഇഞ്ച് വരുന്ന 120 Hz സൂപ്പർ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. 50 MP പ്ലസ് 8 MP മെയിൻ ക്യാമറ, 13 MP ഫ്രണ്ട് ക്യാമറ, 6000 mAh ബാറ്ററി, 4 വർഷത്തെ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്, 5 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്. സാംസങ് സെറ്റാണ്. ഒരു 3-4 വർഷമൊക്കെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അതുവരെയുള്ള അപ്ഡേറ്റുകളും ഇവർ കൃത്യമായിട്ട് തരും എന്നുള്ള ഒരു ആശ്വാസമാണ്. സോ ഈ ഫോണിന്റെ വിശദമായ വീഡിയോസ് കണ്ടു നോക്കുക. ഇതിലൊരേ ഒരു പ്രശ്നം, എക്സിനോസ് പ്രോസസർ പലർക്കും താല്പര്യമില്ല എന്ന് എനിക്കറിയാം. എക്സിനോസ് 1280 എന്ന പ്രോസറാണ് അതിനകത്ത് വരുന്നത്. നോർമൽ യൂസിനൊന്നും പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ നല്ല റാം സ്റ്റോറേജ് ഉള്ള ഒരു ഫോൺ എടുക്കുകയാണെങ്കിൽ സുഖമായിട്ട് ഉപയോഗിക്കാം. അതായത് 6GB റാം 128GB സ്റ്റോറേജിന് 10000 രൂപയെ വരുന്നുള്ളൂ, 14990 വരുന്നുള്ളൂ. അത് എടുക്കുക, സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. വലിയ ഗെയിമിംഗ് പെർഫോമൻസ് ഒന്നും പ്രതീക്ഷിക്കില്ല. നമ്മൾ ഈ പറഞ്ഞ ഒരു ഫോണിന്റെയും പെർഫോമൻസ് കിട്ടില്ല, ബട്ട് സ്മൂത്തായി നമ്മുടെ ഡേ ടു ഡേ ടാസ്ക് സുഖമായിട്ട് നടത്താൻ പറ്റും. സാംസങ് വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് തീർച്ചയായിട്ടും ഇതാണ് ബെസ്റ്റ് ഓപ്ഷൻ. പിന്നെ ഇത് വിട്ടാൽ ഒരു ഐറ്റം ഉണ്ട്, F15. അതിലേക്ക് പോകണ്ട, 12990 അതിന്റെ വില. പക്ഷെ അതിനേക്കാൾ നല്ലത് ഇത് എടുക്കുന്നതാണ്, മികച്ച പെർഫോമൻസ് കിട്ടും. സോ ഇത്രയുമാണ് ബെസ്റ്റ് ഫോൺസ് അണ്ടർ 15,000 എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിലോട്ട് വരുന്ന ഏറ്റവും നല്ല ഫോണുകളെന്ന് എനിക്ക് തോന്നിയിട്ടുള്ള ഫോണുകൾ ഞാനത് നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചു. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇനിയും ഫോളോ ചെയ്യാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്തോളൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് വരുന്നുണ്ട്, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.